അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു അയിലക്കറി വെക്കുന്നുണ്ട് കേട്ടോ. അയില ഫുള്ളായിട്ട് എടുത്തേക്കുന്ന ചെറിയ അയിലായ കൊണ്ട് തലയുടെ ഈ ഭാഗം നമ്മൾ കളഞ്ഞിട്ട് ഇങ്ങനെ എടുത്തേക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഈ അയിലക്ക് ആവശ്യമുള്ള തേങ്ങ ഏകദേശം 1/2 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ നിറച്ച് മുളക് പൊടി, നമുക്ക് അരപ്പൊന്ന് ഒഴിക്കാം. കുറച്ച് കറി വെക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചെറിയ കലം എടുത്തേക്കുന്നത്. ഒരു വലിയ കുടംപുളി 3ആയി കീറിയത്, കുറച്ച് ഉപ്പ്, ഇനി കുറച്ച് വേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 2 പച്ചമുളക്. തള തുടങ്ങിയിട്ടുള്ളൂ, ഒന്ന് തിളച്ചോട്ടെ കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ മതി അയിലക്കറി റെഡിയായി വരാൻ. അതിന് അരപ്പൊന്ന് തിളച്ചോട്ടെ. നന്നായി തിളക്കുന്ന സമയത്ത് നമുക്ക് മീനങ്ങ് ഇട്ട് കൊടുക്കാം. രണ്ട് ഉണക്കമുളക് ഇടാം. അപ്പോൾ വെളിച്ചെണ്ണ വെച്ച് കടുകിട്ടു, ചുവന്നുള്ളി ഇട്ടു, 2 ഉണക്കമുളക് കേട്ടോ. ഇനി നമുക്കിതിൽ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കറി ഇവിടെ റെഡിയായി വരുന്നുള്ളൂ. കുറച്ച് മുളക് പൊടി ഇടാം. ഇനി നമ്മൾ ചൂടാക്കണമൊന്നുമില്ല കേട്ടോ. ആ ചൂടിൽ തന്നെ മുളക് പൊടി ശരിയായി വന്നോളൂ. കണ്ടോ, നമുക്ക് ഈ താളിപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാം. അയില തേങ്ങ അരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിങ്ങനെയല്ല വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ.